ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI. വനം, കൃഷി, റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് ആരോപണം. ധനകാര്യ വകുപ്പ് ആവശ്യത്തിന് പണം നൽകുന്നില്ലെന്നും വാങ്ങിയെടുക്കാൻ CPI വകുപ്പ് മന്ത്രിമാർ ശ്രമിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതിനെതിരെയും തൃക്കാക്കര മണ്ഡലം സമ്മേളനത്തിന്റെ രാഷ്ട്രീയ ചർച്ചയിലാണ് ഈ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, വിവരങ്ങൾ എന്താണ്? തീർച്ചയായും കൃത്യമായുള്ള ഒരു വിമർശനമാണ്, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയുള്ള കൃത്യമായ ഒരു വിമർശനം, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ഒരു കൃത്യമായ വിമർശനമാണ് ഈ സമ്മേളനത്തിൽ പ്രധാനമായും ഉണ്ടായത്. അത് പ്രത്യേകിച്ച് ഈ പോലീസിന്റെ ഈ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് കടുത്ത അതൃപ്തി CPIയുടെ തൃക്കാക്കര മണ്ഡലം സമ്മേളനത്തിൽ ഉയർന്നത്. രാഷ്ട്രീയ പ്രമേയ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനം മുന്നോട്ട് വന്നത്. അതോടൊപ്പം തന്നെ CPI ഭരിക്കുന്ന വനം, കൃഷി വകുപ്പ് മന്ത്രിമാർ വനം, കൃഷി അടക്കമുള്ള എന്നും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഈ മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാകുന്ന അവരെ പോലീസ് സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ഗുരുതരമായുള്ള ഒരു ആരോപണം പോലീസിനെതിരെ വരുന്നു. അത് മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു വിമർശനങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളോട് ഒരു ചിറ്റമ്മ നയമാണ് ധനവകുപ്പ് കാണിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ധനവകുപ്പ് നടത്തുമ്പോഴും അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് ഇല്ല എന്ന് ഇവർ എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യത്തിനുള്ള പണം വാങ്ങിയെടുക്കുന്നതിൽ CPI മന്ത്രിമാർക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി ഈ ഒരു സമ്മേളനത്തിൽ വിമർശനമായി ഉയർന്നു വന്നു. ഉണ്ടായത് വീണ. ശരി അരുൺ.